ഫ്രണ്ട്സ്, ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ ഒരു പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. പെർമനൻറ്റ് വേക്കൻസിയാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് നിങ്ങൾക്ക് 10ാം ക്ലാസ് പാസ്സായിരിക്കുക. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് IT ഏതെങ്കിലും ട്രേഡിൽ IT ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ല ജസ്റ്റ് 10ാം ക്ലാസ് മാത്രമാണെങ്കിൽ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരുടെ മാക്സിമം ഷെയർ ചെയ്യുക. കേരളത്തിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. അപ്പോൾ എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇതിലേക്കുള്ള സെലക്ഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം വിശദമാക്കുന്ന വീഡിയോ ആണ്. അതോടൊപ്പം ഇതിൻ്റെ അപ്ഡേഷനും അതുപോലെ ഇത്തരത്തിലുള്ള വീഡിയോസും ഒക്കെ നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ നിങ്ങളിലേക്ക് എത്തുന്നതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്ക് എനേബിൾ ചെയ്ത് വെക്കാനും മറന്നു പോകണ്ട. അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. നിങ്ങൾക്കൂടെ കാണാൻ പറ്റും. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് നിങ്ങൾക്കൂടെ കാണാം. റിക്രൂട്ട്മെൻറ്റ് ഓഫ് എൻറോൾഡ് ഫോളോവേഴ്സ് മെയിൽ കാൻഡിഡേറ്റ്സ് ഓൺലി. അതായത് ഇതിലേക്ക് വിളിച്ചിരിക്കുന്ന പോസ്റ്റ് എന്ന് പറയുന്ന എൻറോൾഡ് ഫോളോവേഴ്സ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയാണ്. അതായത് നോൺ കോമ്പാറ്റ് റോളാണ്. അതെന്താണെന്നുള്ളത് വിശദമാക്കി തരാം. ഇതിലേക്ക് മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ അല്ല. അതോടൊപ്പം നിങ്ങൾക്ക് കാണാം ഫോർ കേരള സ്റ്റേറ്റ് ഓൺലി എന്ന് ഇവിടെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം കേരള സ്റ്റേറ്റിലുള്ളവർക്ക്, അതായത് നമ്മുടെ സംസ്ഥാനത്ത് താമസിക്കുന്നവർക്ക് മാത്രമേ ഇതിലേക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കേരളത്തിലുള്ള മലയാളികൾക്ക് മാത്രമേ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക. മെയ് 5 ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ്. അങ്ങനെ ഓരോ റീജിയൻ വൈസ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെത് ഈ അടുത്താണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ മെയ് 5 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ലാസ്റ്റ് ഡേറ്റ്, അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് മെയ് 5 നിങ്ങൾ ഓർത്ത് വെക്കുക. മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വിളിച്ചിരിക്കുന്ന പോസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു എൻറോൾഡ് ഫോളോവേഴ്സ് ആണെങ്കിൽ നോൺ കോമ്പാറ്റ് ആയിട്ടുള്ള റോൾസ് ആണ്. അതായത് ഈ പറയുന്ന സ്വീപ്പർ, അതുപോലെ സഫായി വാല എന്നൊക്കെ പറയുന്ന കാറ്റഗറി, ക്ലീനിങ്ങും അതുപോലെ അങ്ങനെയുള്ള കുറച്ച് ജോലികളൊക്കെ ആയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടി വരിക. അപ്പോൾ അത് ഗ്രൂപ്പ് C പോസ്റ്റ് ആണത്. അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളും പറഞ്ഞുതരാം. ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്കിവിടെ കാണാം. മെട്രിക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് 10ാം ക്ലാസ് പാസ്സായിരിക്കുക, ജസ്റ്റ് നിങ്ങൾ 10th പാസ്സായിരിക്കുക, അതായത് SSLC പാസ്സായിരിക്കുക എന്നുള്ളതാണ്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, തീർച്ചയായിട്ടും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. IT ആവശ്യമില്ല, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. യാതൊരുവിധ മറ്റ് എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും വേണ്ട, ജസ്റ്റ് 10ാം ക്ലാസ് പാസ്സായാൽ മതി. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ITI ഉണ്ടെങ്കിൽ ITI ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. യാതൊരു പ്രശ്നവുമില്ല. ITI ഏത് ട്രേഡ് ആണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ITI വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. ഒന്നെങ്കിൽ 10ാം ക്ലാസ് വെച്ച് അപ്ലൈ ചെയ്യാം. ഇനി ITI ഉള്ളവർ ITI വെച്ചിട്ട് അപ്ലൈ ചെയ്തോളൂ. ഇതിലേക്ക് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് മിനിമം 18 വയസ്സ് പൂർത്തിയായിരിക്കണം. മാക്സിമം 25 വയസ്സ് വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 20 ജനുവരി 2025 എന്ന് പറയുന്ന ഡേറ്റ് കണക്കാക്കി മിനിമം 18 കഴിയുകയും 25 കഴിയാൻ പാടില്ല. അപ്പോൾ ഈ പറയുന്ന ഡേറ്റ് ഏജിൻ്റെ ഉള്ളിലുള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. പിന്നെ ഇവിടെ ഇതിൻ്റെ വാക്കൻസി എന്ന് പറയുന്നത് EWSന് 2 വാക്കൻസിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് ഈ ജനറൽ കാൻഡിഡേറ്റ്സിൽ തന്നെ ഇക്കണോമിക്കലി വീക്കർ ആയിട്ടുള്ള സെക്ഷൻ ഉണ്ട്. അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ള ഒരു നിർഭാഗ്യകരമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമുക്ക് ജനറൽ ആണെങ്കിൽ ആർക്കും അപ്ലൈ ചെയ്യാമായിരുന്നു. അപ്പോൾ ഇതുപോലൊക്കെ ഇനിയും ജനറലിൻ്റെ ഒക്കെ വരും. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ വീഡിയോ ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ എനേബിൾ ചെയ്തൊക്കെ വെക്കുക. അപ്പോൾ ഈ നിലവിലിപ്പോൾ വന്നിരിക്കുന്നത് EWS കാൻഡിഡേറ്റ്സ് ആണ്. അതായത് ജനറൽ കാൻഡിഡേറ്റ്സിൽ തന്നെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഉദ്യോഗാർത്ഥികളെയാണ് EWS എന്ന് പറയുന്നത്. അപ്പോൾ അവർക്കുള്ള റിസർവ്ഡ് വാക്കൻസിയാണ് 2 വാക്കൻസി. അതുകൊണ്ട് അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്യണം, സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടി തയ്യാറാക്കിയ EWS കാറ്റഗറി സർട്ടിഫിക്കറ്റ്, ആ EWS സർട്ടിഫിക്കറ്റ് അവരെന്ത് ചെയ്യണം, ഇഷ്യൂ ചെയ്തിട്ട് വാങ്ങണം. പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൻ്റെ കൂടെ അപ്ലിക്കേഷൻ്റെ കൂടെ നമ്മൾ സബ്മിറ്റ് ചെയ്യണം. ഇനി ഇവിടെ നിങ്ങൾക്ക് പ്ലേസ് ഓഫ് വർക്ക് എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് കേരള ബേസ് ചെയ്തിട്ടാണെങ്കിലും എവിടെ വേണമെങ്കിലും ഇന്ത്യയിൽ എവിടെ ആണെങ്കിലും നമ്മളെ പോസ്റ്റ് ചെയ്യാന്നുള്ള കണ്ടീഷനാണ്. ഇനി ഇത് അതുപോലെ തന്നെ ഡ്യൂട്ടി ഡിസ്ക്രിപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന സ്വീപ്പർ അല്ലെങ്കിൽ സഫായി വാല എന്ന് പറയുന്ന അതിൻ്റെ ഡ്യൂട്ടി എന്തൊക്കെയാണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കാണാം മെയിൻറ്റെയിനിങ് ഹൈജീൻ, അതുപോലെ സ്വീപ്പിംഗ്, അതുപോലെ മോപ്പിംഗ്, അതുപോലെ ക്ലീനിങ് ഓഫ് ഡ്രെയിൻസ്, അങ്ങനെ നിങ്ങൾക്ക് ടോയ്ലറ്റ്, മെയിൻ്റനൻസ് ഓഫ് സെപ്റ്റിക് ടാങ്ക്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ബാത്റൂം തുടങ്ങിയിട്ടുള്ള അങ്ങനെയുള്ള ക്ലീനിങ് വർക്കുകളൊക്കെ ആയിരിക്കും മെയിനായിട്ട് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നോൺ കോമ്പാറ്റ് റോൾ ആണെന്ന് പറയുന്നത്. അതായത് നമുക്ക് സാധാ ഒരു സോൾജർ അല്ലെങ്കിൽ ആ ലെവലിലേക്കല്ല ഇത് വരുന്നത്. അതുകൊണ്ടാണ് ഈ പറയുന്ന രീതിയിലുള്ള ജോലി കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾ ചെയ്യേണ്ടി വരിക. ഇനി അതോടൊപ്പം തന്നെ ഇത് എവിടെ വേണമെങ്കിലും ട്രാൻസ്ഫർ ചെയ്യാവുന്ന പോസ്റ്റ് തന്നെയാണ്. ഓക്കെ, എവിടേക്ക് വേണമെങ്കിലും ട്രാൻസ്ഫർ ചെയ്യാം. ഇനി ഇതിൻ്റെ ഫിസിക്കൽ സ്റ്റാൻഡേർഡാണ്. ഫിസിക്കൽ സ്റ്റാൻഡേർഡ് നിശ്ചയമായുള്ള ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ഇവിടെ വേണം. ഹൈറ്റ് എന്ന് പറയുന്നത് മിനിമം 157 സെൻറ്റിമീറ്റർ മിനിമം ഹൈറ്റ് ഉണ്ടായിരിക്കണം എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ ഈ പറയുന്ന ആൻഡമാൻ നിക്കോബാറിലെ ലോക്കൽ ട്രൈബൽസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് അതിൽ ഒരു 5 സെൻറ്റിമീറ്റർ റിലാക്സേഷൻ ഉണ്ട്. അവർക്ക് 152 സെൻറ്റിമീറ്റർ ആയിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി ലക്ഷദ്വീപും മറ്റു ആൻഡമാൻ നിക്കോബാറിൻ്റെ മെയിൻലാൻഡിലൊക്കെ ഉള്ളവർക്ക് 2 സെൻറ്റിമീറ്റർ റിലാക്സേഷൻ, അവർക്ക് 155 സെൻറ്റിമീറ്റർ ഉള്ളവർക്ക് എന്ത് ചെയ്യാം, ലക്ഷദ്വീപുള്ളവർക്കൊക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. മിനിമം ആണ് പറയേണ്ടത്, അതിൽ കൂടിയാൽ കുഴപ്പമില്ല. ചെസ്റ്റ് ആ ഒരു നല്ലൊരു ആ ഒരു പ്രൊപ്പോർഷൻ ഉണ്ടായിരിക്കണം എന്നുള്ളത് തന്നെയാണ്. അതുപോലെ 5 എത്ര എന്നുള്ളതും പറയില്ല, ഇത്ര 51 സെൻറ്റിമീറ്റർ അതൊന്നും കുഴപ്പമില്ല. അത്യാവശ്യം നമ്മളൊരു ഫിറ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. ഒരു എക്സ്പാൻഷൻ ഇവിടെ പറയുന്നുണ്ട്, 5 സെൻറ്റിമീറ്റർ നമ്മൾ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണം എന്നുള്ളത് പറയുന്നുണ്ട്. പിന്നെ വെയിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹൈറ്റിനും ഏജിനും അനുസരിച്ചുള്ള രീതിയിലായിരിക്കണം എന്നുള്ളതാണ്. ഇനി
ഐസൈറ്റ് ആണ് ഇവിടെ. ഐസൈറ്റ് ഒന്നും വലിയ ഇഷ്യൂ തന്നെ അല്ല, നിങ്ങൾക്ക് ഇവിടെ കാണാം. വളരെ കാഴ്ച എത്ര കുറവാണെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അത് വിത്തൗട്ട് ഗ്ലാസ്സിലാണെങ്കിൽ ഈ പറയുന്ന കണ്ടീഷനാണ് ബെറ്ററായി. നിങ്ങൾക്ക് 6/, ഒരായി നിങ്ങളുടെ 6/60 മറ്റേതും 6/60. ഓക്കെ, 6/60 എന്നൊക്കെ പറഞ്ഞാൽ അങ്ങ് വളരെ കാഴ്ച കുറവുള്ള വ്യക്തികളാണ്. അപ്പോൾ അവർക്ക് വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അത് നിങ്ങൾ ഈ പറയുന്ന ഗ്ലാസ് വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് 6/9 ബെറ്ററും അതിൻ്റെ വോസായിട്ടുള്ളത് നിങ്ങൾക്ക് 6/24 വേണം. അപ്പോൾ ഒന്ന് 6/9 ഒന്ന് 6/24 മിനിമം നിങ്ങൾക്ക് ഗ്ലാസ് വെച്ചാൽ കിട്ടണം എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന ഏതെങ്കിലും കണ്ടീഷനിൽ അപ്പോൾ നിങ്ങൾ ഗ്ലാസ് വെക്കുന്നവരോ കണ്ണട വെക്കുന്നവരോ ഇനി ലെൻസ് വെക്കുന്നവരോ ഒന്നാണെങ്കിലും ഒരു പ്രശ്നമില്ല. അതായത് വലിയൊരു കാഴ്ച ഈ ഒരു ജോലിക്ക് ആവശ്യമില്ല. അത്യാവശ്യം നമുക്ക് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഈ പറയുന്ന റേഞ്ചിലേക്ക് കിട്ടിയാൽ മതി. 6/9 6/24 എത്തിയാൽ മതി എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഈ പറയുന്ന റിക്രൂട്ട്മെൻറ്റിലേക്കുള്ള ഓരോരോ പ്രൊസീജിയർ കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അതായത് റിട്ടൺ ടെസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്കിപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി പറഞ്ഞു കേട്ടോ. 6/60 എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ഡൗട്ട് ഉണ്ടായിരിക്കാം. ഇവിടെ 6/60 എന്ന് പറയുമ്പം അതായത് ഒരു വ്യക്തി 6/6 എന്നുള്ള ഒരു വ്യക്തി 60 ഇപ്പോൾ മീറ്ററോ നമുക്ക് എന്തെങ്കിലും ഡിസ്റ്റൻസ് എടുക്കാം. മീറ്റർ ആണെങ്കിൽ 60 മീറ്റർ ഡിസ്റ്റൻസിൽ നിന്ന് കാണുന്നത് നമുക്ക് അത് 6 മീറ്റർ ഡിസ്റ്റൻസിൽ നിന്ന് കാണാൻ പറ്റുള്ളൂ എന്നുള്ള കണ്ടീഷനാണ്. ഓക്കെ, അതായത് കാഴ്ചയുള്ളവർക്ക് ദൂരെ നിന്ന് ഒരുപാട് കാണാൻ പറ്റും. പക്ഷെ നമുക്ക് ഈ പറയുന്ന 6/60 എന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ കാഴ്ച കുറവായിരിക്കും. അതാണ് നിങ്ങൾ ഇതിന് മെയിൻ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കാഴ്ച വലിയൊരു ഇഷ്യൂ ഇല്ല എന്നുള്ളതാണ് ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഇതിൻ്റെ റിട്ടൺ ടെസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് ഇതിലേക്കുള്ള സെലക്ഷൻ എന്ന് പറയുന്നത് ഒന്ന് റിട്ടൺ ടെസ്റ്റ് ആണ്. അപ്പോൾ ഇതിലേക്ക് ആദ്യത്തെ ഘട്ടം റിട്ടൺ ടെസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് 50 മാർക്കാണ് റിട്ടൺ ടെസ്റ്റ് വരുന്നത്. അതിൽ ജനറൽ നോളജും ജനറൽ ഇംഗ്ലീഷും ആണ് വരുന്നത്. 10ാം ക്ലാസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ലെവലായിരിക്കും അതിൻ്റെ എക്സാം ലെവൽ വരുന്നത്. അതുപോലെ 1 hour ആയിരിക്കും ടെസ്റ്റ് ഡ്യൂറേഷൻ വരുന്നത്. ഇത് നിങ്ങൾ റിട്ടൺ ടെസ്റ്റ് ക്വാളിഫൈ ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് പിന്നീട് അവർ പ്രൊഫഷണൽ സ്കിൽ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും. ആ സ്കിൽ ടെസ്റ്റിൽ വലിയ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് ആ സ്വീപ്പിംഗ് മോപ്പിംഗ് ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ട് ഈ ആക്ടിവിറ്റീസൊക്കെ നമ്മളൊന്ന് ചെയ്ത് കാണിക്കാന്നുള്ളൂ. വലിയൊരു കാര്യമായിട്ട് തോന്നില്ല. ജസ്റ്റ് അത് ക്വാളിഫൈങ് നേച്ചറാണ്. അതിന് കൂടുതൽ മാർക്കോ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് നമ്മളത് ചെയ്ത് കാണിച്ചാൽ മതി. അപ്പോൾ ഈ പറയുന്ന റിട്ടൺ ടെസ്റ്റും ഈ പറയുന്ന ആക്ടിവിറ്റിയും നമ്മൾ സ്കിൽ ടെസ്റ്റും കംപ്ലീറ്റ് ചെയ്താൽ പിന്നെ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റാണ് വരിക. ഈ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റിൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് 1 മൈൽ അല്ലെങ്കിൽ 1.6 കിലോമീറ്റർ നമ്മൾ 7 മിനിറ്റ് കൊണ്ട് ഓടിയെത്തണം. 20 സ്ക്വാട്ട് അല്ലെങ്കിൽ 10 പുഷപ്സ് എക്സ്ട്രാ നമുക്ക് അതിൻ്റെ കൂടെ നമ്മൾ ഇങ്ങനെ 3 ഇവൻറ്റുകളാണ് ഇതിൽ വരിക. അത് നമ്മൾ ജസ്റ്റ് ക്വാളിഫൈ ചെയ്യുക എന്നുള്ളതാണ്. പേ സ്കെയിൽ 21,700 മുതൽ 69,100 ആണ്. പിന്നെ നിങ്ങൾക്ക് HR, DA, ട്രാൻസ്പോർട്ട് അലവൻസ്, മെഡിക്കൽ ഫെസിലിറ്റി തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി സെൻട്രൽ ഗവൺമെൻറ് റൂൾ പ്രകാരമുള്ള അലവൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇനി ഇതിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് നമ്മൾ ഓഫ്ലൈൻ ആയിട്ടാണ്, പോസ്റ്റലായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ഫോം ഉണ്ട് ഇവിടെ. ഫോം ഞാൻ എങ്ങനെ ഫില്ല് ചെയ്യേണ്ടതെന്ന് പറയാം. അപ്പോൾ നമ്മൾ ആ പോസ്റ്റലായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ 2 സെറ്റ് നമ്മുടെ എല്ലാ ആധാർ കാർഡ്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ സർട്ടിഫിക്കറ്റ്, ഡൊമസൈൽ സർട്ടിഫിക്കറ്റും വേണേ. അതുപോലെ കാറ്റഗറി സർട്ടിഫിക്കറ്റ്, PWS ആകുമ്പോൾ അങ്ങനെയുള്ള കാറ്റഗറി സർട്ടിഫിക്കറ്റും വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എല്ലാത്തിൻ്റെയും 2 കോപ്പി ഫോട്ടോസ്റ്റാറ്റ് എടുക്കുക. എന്നിട്ട് നിങ്ങൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്യുക. ആ സെൽഫ് അറ്റസ്റ്റ് ചെയ്തതിൻ്റെ 2 കോപ്പി നമ്മൾ ആപ്ലിക്കേഷൻ്റെ കൂടെ അയച്ചു കൊടുക്കണം. പോസ്റ്റലായിട്ടാണ് അയച്ചു കൊടുക്കേണ്ടത്. അത് കൂടാതെ അതിലൊരു ഫോട്ടോ ഒട്ടിക്കണം. ആ ഫോട്ടോ കൂടാതെ ഒരു 10 പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫും പാടെ അതിൽ നമ്മൾ അറ്റാച്ച് ചെയ്യണം. നമ്മളതിൽ ആ പോസ്റ്റൽ കവറിൽ വെക്കണം. അത് ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള 10 ഫോട്ടോഗ്രാഫും പാടെ നിങ്ങൾ ഒക്കെ ഷേവ് ഒക്കെ ചെയ്ത് നല്ലൊരു രീതിയിലുള്ള ഒരു ഡീസൻറ്റ് ഫോട്ടോഗ്രാഫിനെ നിങ്ങൾ മാക്സിമം വെക്കുക. ഒരു 10 അത് എക്സ്ട്രാ നമ്മളിൽ വെക്കണം. അത് നമ്മൾ ആപ്ലിക്കേഷൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, അത് സബ്മിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കുന്നു. 2 സെറ്റ് ആധാർ കാർഡിൻ്റെ കോപ്പി എടുക്കുക, 2 സെറ്റ്. പിന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അത്, ഇനി IT ഉണ്ടെങ്കിൽ ITൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം എടുക്കുക. പിന്നെ ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് എടുക്കുക. പിന്നെ ഇത്രയും കാര്യങ്ങളെല്ലാം 2 കോപ്പി എടുത്ത് നിങ്ങൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്യുക. അത് നമ്മൾ അപേക്ഷയുടെ കൂടെ സമർപ്പിക്കണം. പ്ലസ് അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇതിലൊരു ഫോട്ടോ ഒട്ടിക്കണം. അത് കൂടാതെ നമ്മൾ എന്ത് ചെയ്യണം, 10 പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്, ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് ഉള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ കൂടെ നമ്മൾ അപേക്ഷയുടെ കൂടെ തന്നെ നമ്മൾ പോസ്റ്റൽ കവറിലിട്ട് കൊടുക്കണം. ഓക്കെ, ഇത്രയും കാര്യമാണ് നമ്മൾ ആദ്യം അത് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് അപേക്ഷാ ഫോം നമ്മൾ A4 സൈസ്, ഇവിടെ 6 ഇത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ, SIXE എന്നൊക്കെ കൊടുത്തിട്ട്. ഓക്കെ, ഇവിടെ സൈസാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ A4 സൈസ് പേപ്പർ നമ്മൾ എന്ത് ചെയ്യണം, A4 സൈസ് പേപ്പറിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് പ്രിൻ്റ് എടുക്കണം. അപേക്ഷാ ഫോം പ്രിൻ്റ് എടുക്കണം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം ഇതിലിട്ടിട്ട് ഇതേ ഫോർമാറ്റ്, അതല്ല നമുക്ക് ഹാൻഡ് റിട്ടൺ പറ്റും. അപ്പോൾ നമുക്ക് എഴുതിയാൽ മതി. ഹാൻഡ് റിട്ടൺ ഫോർമാറ്റ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ അയച്ചു കൊടുക്കുക. അയച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എൻവലപ്പ് ഉണ്ടല്ലോ, പോസ്റ്റൽ കവർ ഉണ്ടല്ലോ, ആ പോസ്റ്റൽ കവറിൻ്റെ മുകളിൽ ഈ വാചകം എഴുതണം ക്യാപിറ്റൽ ലെറ്ററിൽ. ഇതാ നിങ്ങൾക്ക് ഇവിടെ കാണാം, അപ്ലിക്കേഷൻ ഫോർ, ഞാൻ റോസ് കളറിലൂടെ അടയാളപ്പെടുത്തുന്നുണ്ട്, അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് എൻറോൾഡ് ഫോളോവേഴ്സ്
എന്നുള്ള ആ ഒരു വാചകം നിങ്ങളിത് അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് എന്നുള്ള ക്യാപിറ്റൽ ലെറ്ററിൽ ഈ പറയുന്ന എൻറോൾഡ് ഫോളോവേഴ്സ് എന്ന് പറയുന്ന ഈ പറയുന്നത് വരെ നിങ്ങൾ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതാൻ മറക്കരുത് നിങ്ങളുടെ എൻവലപ്പിൻ്റെ മുകളിൽ, അതായത് പോസ്റ്റൽ കവറിൻ്റെ മുകളിൽ കേട്ടോ. ഓക്കെ, എന്നിട്ട് നമ്മൾ അയച്ചു കൊടുക്കേണ്ട അഡ്രസ്സാണ് ഇവിടെ ഞാൻ റെഡ് കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് ഡിലീറ്റ് ആക്കാം. റെഡ് കളറിൽ ദ പ്രസിഡൻറ്റ് എന്ന് പറഞ്ഞിട്ട് EF റിക്രൂട്ട്മെൻറ്റ് ബോർഡ് എന്ന് പറഞ്ഞിട്ട് നിൽക്കണം കോസ്റ്റ് ഗാർഡ് ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സ് നമ്പർ 4 നിൽക്കണം കൽവാത്തി റോഡ് ഫോർട്ട് കൊച്ചി പിൻകോഡ് സഹിതം. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു അഡ്രസ്സിലേക്കാണ് നമ്മളത് പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കുന്നത്. അത് ഓർഡിനറി പോസ്റ്റലായിട്ടാണ് അയച്ചു കൊടുക്കുന്നത്. അത് നോർമൽ നമ്മൾ ഈ പോസ്റ്റൽ വക അത് കൊറിയർ ഒന്നും ആകാൻ പാടില്ല, നോർമൽ പോസ്റ്റായിട്ടാണ് നമ്മൾ അയച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി എക്സാമിനേഷൻ സെൻറ്റർ നമുക്ക് കൊച്ചിയിൽ തന്നെ ആയിരിക്കും കേട്ടോ. അതിൻ്റെ കോസ്റ്റ് ഗാർഡ് ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സിൽ വെച്ചായിരിക്കും. പിന്നെ അതിൽ നമുക്ക് അപ്ലൈ ചെയ്യേണ്ട അപേക്ഷ അവിടെ എത്തേണ്ട അവസാന തീയതി മെയ് 5 പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി നമ്മൾ അപേക്ഷാ ഫോമാണ്, ഇതാണ് നിങ്ങൾ പ്രിൻ്റ് എടുക്കേണ്ടത്. എല്ലാം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫിൽ ഓൾ കോളംസ് ഇൻ ബ്ലോക്ക് ക്യാപിറ്റൽ ലെറ്റേഴ്സ് പ്രത്യേകം അവിടെ പറയുന്നിട്ട്. അപ്പോൾ ബ്ലോക്ക് ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ടെല്ലാം ഫില്ല് ചെയ്യാം. സ്മോൾ ലെറ്റർ യൂസ് ചെയ്യരുത്, പ്രത്യേകം ശ്രദ്ധിക്കാം. അത് ഏതാണെങ്കിലും ഇവിടെ നിങ്ങളുടെ ഒരു ഫോട്ടോ ഒട്ടിക്കുക. ഇതേ സെയിം ഫോട്ടോ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്ന ഒരു 10 കോപ്പി നിങ്ങൾ എടുത്തിട്ട് അപേക്ഷയുടെ കൂടെ വേറെ സബ്മിറ്റ് ചെയ്യുകയും വേണം കേട്ടോ. ഓക്കെ, അങ്ങനെ ടോട്ടൽ നിങ്ങളുടെ കയ്യിൽ 11 ഫോട്ടോ വേണം. ഇനി ഇവിടെ ഇതൊക്കെ ഓൾറെഡി ഉണ്ട്. കൊച്ചിയാണ് റിക്രൂട്ട്മെൻറ്റ് സെൻറ്റർ. അതുപോലെ നിങ്ങളുടെ പേര് ഇതൊക്കെ SLC ബുക്കിൽ എങ്ങനെയാണോ ഉള്ള ഫാദറിൻ്റെ പേര് അതുപോലെ ഇതാ, ഡേറ്റ് ഓഫ് ബർത്ത് എങ്ങനെയാണോ അതുപോലെ ഇതാ. പിന്നെ ഇതിലേതെങ്കിലും കാറ്റഗറി ഉണ്ട് അത് നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ ജസ്റ്റ് ഒന്ന് എഴുതി കൊടുക്കുക. ഏതാ കാറ്റഗറി വെച്ചാൽ EWS ആണ്, EWS എന്ന് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് 10th ITI സർട്ടിഫിക്കറ്റിൻ്റെ നമ്പർ ഏതാണോ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വെച്ചാൽ ഏത് വെച്ചിട്ടാണ് നിങ്ങൾ അപ്ലൈ വെച്ചാൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കാം. ഇനി എക്സാം പാസ്ഡ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു ഷീറ്റ്, ഒരു ബ്ലാങ്ക് ഷീറ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇതേപോലെ കോളം വരച്ചിട്ട് അതിലേക്കും വേണമെങ്കിൽ ആഡ് ചെയ്യാം. പിന്നെ കംപ്ലീറ്റ് പോസ്റ്റൽ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ കൂടെ കൊടുക്കാം, പിൻകോഡ് കൊടുക്കാം. ഓക്കെ, ഇവിടെ നിങ്ങൾ ഫില്ല് ചെയ്യാതെ വിടരുത്, ഇത് ബ്ലാങ്ക് ആക്കി വിടരുത്. എക്സ്ട്രാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയാണ് ചെയ്ത് നോക്കാവുന്നതാണ്. ഇവിടെ പെർമനൻറ്റ് അഡ്രസ്സ് കൊടുക്കാം. ഇതുപോലെ ഡിക്ലറേഷൻ വായിക്കുക, നിങ്ങളുടെ പ്ലേസ്, നിങ്ങളുടെ പ്രദേശത്തിൻ്റെ പേര്, ഡേറ്റ്, നിങ്ങളുടെ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ. ഓക്കെ, ഇവിടെ എന്ത് ചെയ്യുക, ജസ്റ്റ് തമ്പ് ഇംപ്രഷൻ ഇവിടെ അടയാളപ്പെടുത്താം, നിങ്ങളുടെ സിഗ്നേച്ചർ. ഇത്രയാണ് അപേക്ഷാ ഫോം ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഒരു വലിയ A4 സൈസിലുള്ള ഒരു പോസ്റ്റൽ കവർ തന്നെ വാങ്ങുക. എന്നിട്ട് നിങ്ങളുടെ ഫ്രം അഡ്രസ്സും ടു അഡ്രസ്സ് ഞാൻ കാണിച്ചു, അഡ്രസ്സ് ചെയ്താൽ ഇവിടെ അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതേണ്ട വാചകം പറഞ്ഞല്ലോ, അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് എൻറോൾഡ് ഫോളോവേഴ്സ് നിങ്ങളിവിടെ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുക. ഓക്കെ, പോസ്റ്റൽ കവറിൻ്റെ മുകളിലുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യേണ്ട സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ SSLC സർട്ടിഫിക്കറ്റ്, പിന്നെ നമ്മുടെ ഡൊമസൈൽ സർട്ടിഫിക്കറ്റ്, പിന്നെ നമ്മുടെ ആധാർ കാർഡ്. ഇതൊന്നും ഒറിജിനൽ അല്ല, എല്ലാത്തിൻ്റെയും ഫോട്ടോസ്റ്റാറ്റ് എടുക്കുക. എല്ലാത്തിൻ്റെയും 2 കോപ്പി ഫോട്ടോസ്റ്റാറ്റ് എടുക്കണം നിങ്ങൾ. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പോൾ EWS ആണെങ്കിൽ EWS കാറ്റഗറി സർട്ടിഫിക്കറ്റും വെക്കണം. ഓക്കെ, 2 കോപ്പി നമ്മൾ ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സെൽഫ് അറ്റസ്റ്റ് ചെയ്യുക. അങ്ങനെ സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അതിൻ്റെ കൂടെ വെക്കുക. പിന്നെ എക്സ്ട്രാ ഒരു 10 ബ്ലൂ ബാക്ക്ഗ്രൗണ്ടുള്ള 10 പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിലേക്ക് ഇട്ട് കൊടുക്കുക നമ്മുടെ പോസ്റ്റൽ കവറിലേക്ക്. ഓക്കെ, അത് നിങ്ങൾക്ക് ജസ്റ്റ് എന്തെങ്കിലും ഒരു എന്തെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് എന്താണ് സെല്ലോ ടോപ്പ് എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ജസ്റ്റ് അത് ഒട്ടിച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ജസ്റ്റ് നോക്കാം കേട്ടോ. അല്ലാതെ ഒട്ടിക്കുന്ന രീതിയിലാകരുത്, അല്ലെങ്കിൽ ഒരു കവറിലിട്ടിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം, അതിൻ്റെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളിത് സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഫോം കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ ആവുന്നുള്ള ലിങ്ക് കൊടുക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ GOC അല്ലെങ്കിൽ ജുലാൻ ടൈപ്പ് ചെയ്താൽ മതി, നമ്മുടെ വെബ്സൈറ്റാണ്, വെബ്സൈറ്റിലേക്ക് വരും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ലേറ്റസ്റ്റ് ജോബ്സ്. ഇവിടെ ഇപ്പോൾ ഫസ്റ്റ് ആയിട്ട് ഇത് കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കൂടുതൽ കണ്ടന്റ് ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ താഴോട്ട് പോയി ഇവിടുന്ന് ഡിസപ്പിയർ ആവും. ഇവിടെ ആകെ 5 പോസ്റ്റ് അവിടെ നിൽക്കും. ഇവിടെ റീഡ് മോർ എന്നുള്ള ക്ലിക്ക് ചെയ്യാം. പിന്നെ ഇവിടെ കേരള ജോബ്സിലും അതുണ്ട്, അവിടെ എനിക്ക് കാണുന്നില്ല, റീഡ് മോർ എന്നുള്ള ക്ലിക്ക് ചെയ്താൽ മതി. ഇനി നിങ്ങൾക്ക് ഇവിടെ ഡിഫൻസ് ജോബ്സ് എന്ന് പറഞ്ഞിട്ട് വേറെ തന്നെ നമ്മളിവിടെ കാറ്റഗറി ഉണ്ട്, ഇതെവിടെ ഇടുന്നുണ്ട് കാണിക്കാന്നെങ്കിൽ കേരള ഡിഫൻസ് ജോബ്, അതിൽ ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് എന്താണ് ആ ഒരു ഓർഡറിൽ ഇങ്ങനെ ഇവിടെ കാണിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുക, ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് എന്ന് കാണുമ്പോൾ തന്നെ, ഗ്രൂപ്പ് C എന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം, ഡേറ്റ് ഒക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഓക്കെ, അഥവാ ഇവിടെ ഇല്ലെങ്കിൽ കേട്ടോ, നിങ്ങൾ ഫസ്റ്റ് ഇതിൽ തന്നെ ഇല്ലെങ്കിൽ വേറെ പോസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ 5 കൂടുതലായാലും അതെന്ത് ചെയ്യും, നേരെ റീഡ് മോർ എന്നുള്ള ക്ലിക്ക് ചെയ്യണം. ഫോർ എക്സാമ്പിൾ റീഡ് മോർ എന്നുള്ള ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ പേജ് വരും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, നെക്സ്റ്റ് അടിച്ച് അങ്ങനെ പോയാൽ മതി, അടുത്ത പേജ് നോക്കി അങ്ങനെ പോകാം. അപ്പോൾ അത് നിങ്ങൾ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് എന്നുള്ള ക്ലിക്ക് ചെയ്യാം, താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യാം. ഇവിടെ കാണാൻ നോട്ടിഫിക്കേഷൻ, അപ്ലിക്കേഷൻ ഫോം എന്നുള്ള ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ഫോം എന്നുള്ള ക്ലിക്ക് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ തന്നെയാണ് വരിക. ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ്റെ ലാസ്റ്റ് പേജിലാണ് അപ്ലിക്കേഷൻ ഫോം കിടക്കുന്നത്. ഇത് നീറ്റായിട്ട് നിങ്ങൾ A4 സൈസിലേക്ക് പ്രിൻ്റ് എടുക്കുക. ഇത്രയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതിൻ്റെ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ കിട്ടാൻ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട. താങ്ക് യു.